ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫ്രിഡ്ജ് നമുക്ക് അടിപൊളിയായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്താലോ. ഫ്രിഡ്ജ് ക്ലീൻ ആക്കി എടുക്കുന്നത് വലിയൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതായത് എത്ര തന്നെ അഴുക്ക് പിടിച്ച ഫ്രിഡ്ജ് ആണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ആക്കാനും ഫ്രിഡ്ജിലെ ഡോറിൽ ഉണ്ടാവുന്ന കരിമ്പന്റെ പാടുകളൊക്കെ വളരെ എളുപ്പത്തിൽ പോകുന്നതിനുമായിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അതുപോലെ തന്നെ വീട്ടിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും കളയല്ല കേട്ടോ. ഇതുപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ജോലികളൊക്കെ എളുപ്പമാക്കുന്നതിനും വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനും നമുക്ക് ഈ ഒരു ഗുളികകളും ഗുളികയുടെ കവറും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ. പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കാൻ മറക്കല്ലേ. അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഗുളികയുടെ അലൂമിനിയം ഫോയിൽ കവറുകൾ കുറച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ഗുളിക കട്ട് ചെയ്തെടുക്കുമ്പോൾ കത്രികയുടെ മൂർച്ച കൂടി വരുന്നതാണ്. തുണിയൊക്കെ കട്ട് ചെയ്യുന്ന കത്രികയുടെ മൂർച്ച കുറഞ്ഞു വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ. നല്ലൊരു വ്യത്യാസം അനുഭവപ്പെടുന്നതാണ്. കത്രികയുടെ മൂർച്ചയൊക്കെ നന്നായിട്ട് കൂടി കിട്ടും. ഗുളികയുടെ കവർ കുറച്ച് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു സ്റ്റീലിന്റെ പാത്രത്തിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെയൊക്കെ വീട്ടിലെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന നിറം മങ്ങിയ സ്റ്റീലിന്റെ സ്പൂണുകളൊക്കെ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്പൂണുകളൊക്കെ നല്ലൊരു തിളക്കം കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും നിറം മങ്ങിയ സ്പൂണും ഫോർക്കും ഒക്കെ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കൂ. നല്ല പുതിയതായിട്ട് തിളക്കത്തോടു കൂടി തന്നെ നമുക്ക് കിട്ടുന്നതാണ്. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വെള്ളത്തിന്റെ ചൂടാറുന്നത് വരെ നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ സ്പൂണുകൾ ഇട്ട് വെക്കാം. അപ്പോൾ സ്പൂണുകളൊക്കെ നല്ല തിളക്കത്തോടെ തന്നെ പുതിയതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പിനായിട്ട് ഞാനിവിടെ കുറച്ച് ഡേറ്റ് കഴിഞ്ഞ ഗുളികകളാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഒരു പേപ്പറിനകത്തേക്ക് ഗുളിക ഇട്ട് ഇതുപോലെ നന്നായിട്ട് നൈസായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഗുളികയൊക്കെ ഞാനിവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു ഗുളികയുടെ പൊടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാം. ഇതിൽ നിന്നും നമുക്ക് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് പാറ്റയുടെ ശല്യമൊക്കെ കൂടുതലായിട്ടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം നന്നായിട്ട് തന്നെ മാറിക്കിട്ടുന്നതാണ്. ഇതിൽ നിന്നും നമുക്കൊരൽപ്പം സിങ്കിന്റെ ഈ ഒരു ഹോളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. സിങ്കിനുള്ളിൽ നിന്നും വരുന്ന പാറ്റകളുടെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികളുടെയും ഒക്കെ ശല്യം മാറാനും
സിങ്കിനുള്ളിൽ നിന്നും വരുന്ന ആ ഒരു ബാഡ് സ്മെല്ല് മാറാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ. അടുത്തൊരു ടിപ്പിനായിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബക്കറ്റിലേക്ക് നമുക്ക് കുറച്ച് ഗുളിക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3-4 തുള്ളി ഷാമ്പു ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് രണ്ടും ചേർത്തതിന് ശേഷം നമുക്ക് മിക്സ് ആക്കാനായിട്ട് ടാപ്പിനടിയിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഷാമ്പുവും ഗുളിക പൊടിച്ചതും മിക്സ് ആയിക്കോളും. ഇനി നമുക്ക് അഴുക്ക് പിടിച്ച മോപ്പൊക്കെ കുറച്ചു നേരം ഇതിനകത്തായിട്ട് മുക്കി വെക്കാം. ഒരു 10 മിനിറ്റോളം ഇതുപോലെ നമ്മൾ മുക്കി വെക്കുമ്പോൾ തന്നെ നല്ല പോലെ അഴുക്കൊക്കെ പോയിട്ട് മൂപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടുന്നതാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വെള്ളത്തിലിട്ട് ഇതുപോലെ മോപ്പ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അതിലെ ചളിയൊക്കെ നന്നായിട്ട് പോയിട്ട് ക്ലീനായി കിട്ടുന്നതാണ്. ഒരുപാട് മുഷിഞ്ഞ ചവിട്ടികള്, സോക്സുകള്, അതുപോലെ തന്നെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടവലുകളൊക്കെ നമുക്ക് ഇതേപോലെ വെള്ളത്തിൽ മുക്കി വെച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയായി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഗുളികയുടെ പൊടി ഉപയോഗിച്ച് വീട്ടിലെ ഡോർമാറ്റുകളും സോക്സുകളും കിച്ചൺ ടവലുകളും മോപ്പുകളും ഒക്കെ ഈ ഒരു രീതിയിലൊന്ന് ക്ലീൻ ആക്കി നോക്കൂ. എല്ലാം നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഫ്രിഡ്ജാണ് കേട്ടോ ക്ലീൻ ആക്കാൻ പോകുന്നത്. ഈ ഒരു ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജൊക്കെ മുഷിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് വളരെ ഈസി ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ആക്കി എടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സ്വിച്ച് ഒന്ന് ഓഫ് ആക്കിയിട്ട് ഈ ഒരു വയറ് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഫ്രിഡ്ജിനുള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ പുറത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിനുള്ളിലെ പാർട്സുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഈ ഒരു ഫ്രിഡ്ജ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് അഴുക്കും ചളിയും ഒക്കെ പറ്റി പിടിച്ചതായിട്ട്. അപ്പൊ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാനായിട്ട് നമുക്കിനി ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കണം. സൊല്യൂഷൻ റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഒരു ബൗളിലേക്ക് കുറച്ച് വിമ്മിന്റെ ലിക്വിഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റ് കളറുള്ള പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കണം. ആ ഒരു കോൾഗേറ്റ് ഒക്കെ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാനായിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഫ്രിഡ്ജിന്റെ എല്ലാ ഭാഗത്തുമായിട്ട് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ ഒരിക്കലും തന്നെ സ്റ്റീലിന്റെ സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കരുത്. സ്റ്റീലിന്റെ സ്ക്രബ്ബറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിനുള്ളിൽ സ്ക്രാച്ച് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റീലിന്റെ സ്ക്രബ്ബറൊക്കെ എല്ലാവരും ഒഴിവാക്കണേ. ഫ്രിഡ്ജിന്റെ ഉൾഭാഗം മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഫ്രിഡ്ജിന്റെ ഉൾഭാഗം കഴുകിയെടുക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇതുപോലെയുള്ള നനഞ്ഞ തുണി ഉപയോഗിച്ച് 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് തുടച്ചെടുക്കാം. ഇപ്പൊ ഫ്രിഡ്ജിന്റെ ഉൾഭാഗം മുഴുവനായിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിന്റെ ഡോറിന്റെ ഈ ഒരു ഭാഗത്തായിട്ടുള്ള കരിമ്പനും ചളിയും ഒക്കെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാത്ത ഇതുപോലെയുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുമ്പോൾ ഇതിനുള്ളിലെ കരിമ്പനും കറയും ഒക്കെ ഇളകി പോരുന്നതായിട്ട് കാണാവുന്നതാണ്. എത്ര തന്നെ പഴക്കം ചെന്ന കരിമ്പനും കറയും ഒക്കെ ആണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇളകി പോരുന്നതായിട്ട് കാണാവുന്നതാണ്. ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഫ്രിഡ്ജിനുള്ളിലെ കരിമ്പനും പാടും ഒക്കെ മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ഫ്രിഡ്ജിന്റെ ഡോറിൽ കരിമ്പനൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ.
വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പൊ നമ്മൾ ഫ്രിഡ്ജിന്റെ ഉൾഭാഗവും അതുപോലെ തന്നെ ഡോറിലെ കരിമ്പനും ചളിയും ഒക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. എത്ര തന്നെ പഴക്കം ചെന്നതും അഴുക്കു പിടിച്ചതുമായ ഫ്രിഡ്ജ് ആണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഫ്രിഡ്ജിനുള്ളിലെ പാർട്സുകളൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് തന്നെ ക്ലീൻ ആക്കി എടുക്കാം. ഇനി നമുക്ക് പാർട്സുകൾ ഓരോന്നായിട്ട് ഫ്രിഡ്ജിന്റെ ഓരോ ഭാഗത്തായിട്ടും പിടിപ്പിച്ചു കൊടുക്കാം. ഈ ഒരു ഫ്രിഡ്ജിന്റെ ഉൾഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഫ്രിഡ്ജ് നമുക്ക് ക്ലീൻ ആയി കിട്ടി എന്നുള്ളത്. ഫ്രിഡ്ജിന്റെ ഉൾഭാഗമൊക്കെ പുതിയതായിട്ട് വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ഫ്രിഡ്ജിന് ഇപ്പോൾ 16 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. എന്നിരുന്നാലും ഇപ്പോഴും ഇത് നമുക്ക് പുതിയതായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കി നോക്കൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഫ്രിഡ്ജിന്റെ ഉൾഭാഗം നമുക്ക് ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് വെറുതെ ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.